അതുപോലെ ഡെവലപ്മെന്റ്സ് ഓഫ് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് അതിന്റെ സെക്കൻഡ് ഫേസിന്റെ പ്രോജക്റ്റ് ആണ് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള ടൂറിസം നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അവാർഡ് ധാരാളം ലഭിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് പസഫിക് ഏഷ്യ ട്രാവൽ അവാർഡ്സ്, നാഷണൽ ടൂറിസം അവാർഡ്സ്, WTM ലണ്ടൻ, വേൾഡ് റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ, UNWTO അവാർഡ് ആൻഡ് ഗോൾഡൻ സിറ്റി ഗേറ്റ് ബെർലിൻ. അപ്പോൾ കേരള ടൂറിസം ഗോഡ്സ് ഓൺ കൺട്രി എന്ന ബ്രാൻഡ് ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിഷൻ 2031 എങ്ങനെയായിരിക്കണം കേരള ടൂറിസം? നമ്മൾ കേരള ടൂറിസം ഗോഡ്സ് ഓൺ കൺട്രി എന്ന ബ്രാൻഡ് അതിനൊരു റീബൂട്ട് കൊടുക്കാനാണ് ഇന്നത്തെ ഈ സെമിനാർ. അതിൽ വിദഗ്ധന്മാരും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിസ്റ്റ്, പാനലിസ്റ്റ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 8 സെഷനുകളാണ്. ആ സെഷനിൽ വരുന്ന കാര്യങ്ങൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നയം 2031 ഏത് രീതിയിലാണ് കേരള ആസ് എ ബ്രാൻഡ് ഗോഡ്സ് ഓൺ കൺട്രി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെയാണ് പുതിയ ആശയങ്ങൾ, പുതിയ പ്രോഡക്ട്സ്, പുതിയ ഡെസ്റ്റിനേഷൻസ്, ആ രീതിയിലുള്ള ചർച്ചകൾ നടന്ന് നമുക്കൊരു പുതിയ ഒരു കരട് നയം രൂപം കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും വിലപ്പെട്ട